ഹലോ, ദിസ് ഈസ് ബെൽസൺ ഹിയർ. നമ്മുടെ NRI ഫ്രണ്ട്സിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ ട്രേഡ് ചെയ്യണമെങ്കിലോ ഒരുപാട് ചാർജസ് ആകും എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ പലരും മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രമായിട്ടൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ. അതിൽ പ്രധാനമായിട്ടും നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PAS ചാർജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ PAS എന്താണ്? PAS അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിലാണ് ഉണ്ടാവുക. അത് RBI റിപ്പോർട്ടിങ്ങിനുള്ള അക്കൗണ്ടാണ്. ഓക്കെ, RBI റിപ്പോർട്ടിംഗ് മാത്രമല്ല, TDS എടുക്കാനും, അതായത് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. അപ്പോൾ ഒരു NRI എപ്പോൾ ഷെയർ വാങ്ങിച്ചാലും, ഇന്ത്യൻ കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങിച്ചാലും അത് RBIക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെല്ലാം ബാങ്ക് ചെയ്തോളും. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ബാങ്ക് എന്താ ചെയ്യുക? ഈ റിപ്പോർട്ടിങ്ങിന് സെപ്പറേറ്റ് ഫീസ് അവർ ഈടാക്കും. അതായത് ഓരോ പ്രാവശ്യം RBIക്ക് റിപ്പോർട്ടിങ്ങിന് വേണ്ടി റിപ്പോർട്ടിംഗ് ചാർജ് എന്നുള്ള രീതിയിൽ ഓരോ പ്രാവശ്യം ട്രേഡ് ചെയ്യുമ്പോഴും, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു കോൺട്രാക്ട് നോട്ടിന് ചാർജ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. അതിപ്പം 60 രൂപ മുതൽ ഏകദേശം 200-250 രൂപ വരെ ചാർജ് ചെയ്യുന്ന ബാങ്കുകൾ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ കോൺട്രാക്ട് നോട്ടിനെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷനാണ്. ഒരു ബൈ ട്രാൻസാക്ഷന് ഒരു കോൺട്രാക്ട് നോട്ട്, സെൽ ട്രാൻസാക്ഷന് വേറൊരു കോൺട്രാക്ട് നോട്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു ബൈയും ഒക്കെ സെല്ലൊക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 കോൺട്രാക്ട് നോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ 2 PAS ചാർജുകൾ വരാം. അപ്പം PAS ചാർജ് എടുക്കുന്നത് പതുക്കെ പലതുള്ളി പെരുവെള്ളമെന്നാണല്ലോ. ചെറിയ ചെറിയ എമൗണ്ടുകളാണെങ്കിലും അൾട്ടിമേറ്റ്ലി വലിയ എമൗണ്ടായിട്ട് തീരാവുന്നൊരു സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കി തരുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. ഷെയർ ഖാനും ആക്സിസ് ആൻഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഈ 2 ബാങ്കുകളും തമ്മിൽ ഒരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അടുത്ത് ഓപ്പൺ ചെയ്യുന്ന എല്ലാ ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട്, അതിൽ കൂടി ഓപ്പൺ ചെയ്യുന്ന PAS അക്കൗണ്ട്, ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന PAS അക്കൗണ്ടിന് ചാർജ് 0 ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ഉണ്ടാവും, PAS അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജും ഉണ്ടാകും. ഒരു തവണ വരുന്ന ചാർജ് അക്കൗണ്ട് ഓപ്പണിങ്ങിന് വരുന്നുള്ളൂ. ഏത് PAS തന്നെയാണ്, ബാങ്കിൽ വരുന്ന PAS അക്കൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിമാറ്റും ട്രേഡിംഗ് അക്കൗണ്ടിന് ചാർജ് ഒന്നുമില്ല കേട്ടോ. PAS അക്കൗണ്ടിന് പക്ഷേ ബാങ്ക് എടുക്കുന്ന ചാർജാണ് 1000 രൂപ അക്കൗണ്ട് ഓപ്പണിങ്. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഇയർലി വൺസ് ഒരു 1000 റുപ്പീസ് എടുക്കും. അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ അതിന് പുറമെയാണ് ഓരോ റിപ്പോർട്ടിങ്ങിനും ഓരോ കോൺട്രാക്ട് നോട്ടിനും ഈ എടുക്കുന്ന ഓരോ ട്രാൻസാക്ഷനും എടുക്കുന്ന ഈ റിപ്പോർട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി 0 ആക്കി തരാം. അങ്ങനെ ഉണ്ട് നമ്മളുടെ എല്ലാ അക്കൗണ്ടിലും, പുതിയ എടുക്കുന്നതായിട്ടുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും ഞങ്ങളിലൂടെ എടുക്കുന്ന, എസ്പെഷ്യലി ഞങ്ങളുടെ കൂടെ എടുക്കുന്ന എല്ലാ NRI ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഇത് 0 ആക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ PAS റിപ്പോർട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടി വരില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡുകളും ചെറിയ രീതിയിലാണെങ്കിലോ വലിയ രീതിയിലാണെങ്കിലോ ഒക്കെ ട്രേഡുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഹാപ്പി ആണല്ലോ, എല്ലാ NRIസും ഹാപ്പി ആണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ NRI ഫ്രണ്ട്സിനും അല്ലേ, കേരളത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇപ്പോൾ ആരെങ്കിലൊക്കെ ഗൾഫ് റീജിയനിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് US-ഉം കാനഡയും ഒഴികെ ബാക്കി എല്ലാ കൺട്രീസിലും നമുക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ചില ബാൻഡ് കൺട്രീസ് ഉണ്ട്, ലൈക്ക് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതെല്ലാം. അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് ബാൻഡ് ലിസ്റ്റ് നമ്മൾക്ക് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും കൺട്രിയിലുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാൻഡാണോ അല്ല എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കൺട്രീസിലിപ്പോൾ എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല ഒരു ബ്രോക്കേഴ്സിനും തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ബാൻഡ് കൺട്രീസ്. അതർവൈസ് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിനും തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തോളൂ. ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടും കൂടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. NRI ഈ ബാങ്ക്, ആക്സിസ് ബാങ്കിലോ ഇൻഡസ്ഇൻഡ് ബാങ്കിലോ NRI വേണമെന്നുണ്ട് നമ്മളുടെ കൂടെ അക്കൗണ്ട് കൊണ്ടുപോകുന്നെങ്കിൽ. അപ്പോൾ ഈ അക്കൗണ്ടുകളിലൊക്കെ നമുക്ക് 0 PAS ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അക്കൗണ്ട്, അത് നിങ്ങൾ തന്നെ തട്ടിപ്പി പിടിക്കണമെന്നില്ല, ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യും. ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ടൈപ്പായിട്ടുള്ള ബ്രാഞ്ചസുകളുണ്ട്, ആക്സിസിൻ്റെയോ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെയോ ബ്രാഞ്ചസുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് കിട്ടാവുന്ന രീതിയിലാക്കി തരാം. അപ്പോൾ ഹാപ്പി ആണല്ലോ ഇപ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും എല്ലാം തന്നെ ഇപ്പം തന്നെ അയച്ചു കൊടുത്തോളൂ. അങ്ങനെ ചാർജസ് ഉണ്ട് എന്ന് കരുതി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ, NRI ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തോളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഇതേപോലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.